ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. ഞാൻ കൊലായിൽ വന്ന് നിൽക്കുമ്പോൾ അപ്പുറത്തെ ചെറിയച്ഛൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു മയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി ആൾ വന്നിട്ട്, ഞാനും കുറേ നേരമായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എനിക്ക് മതിയായപ്പോൾ ഞാൻ ഇട്ടിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഞാൻ വന്നിട്ട് പിന്നെ അമ്മൂസുട്ടിക്ക് ചായക്കടി ഉണ്ടാക്കാൻ നോക്കുകയാണേ. ചായക്കടിക്കുള്ള തേങ്ങ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇനി ഞങ്ങളെ വീട്ടിൽ തേങ്ങ വലിക്കുമ്പോൾ തിരിച്ച് തരേച്ചെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. തേങ്ങയ്ക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ ഈ തേങ്ങ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, തിരിച്ചു തരൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒരു തേങ്ങ തന്നതേന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടോ, ഞാൻ ചെറുവിണേൻ്റെ ഇടയിൽ അമ്മൂസുട്ടി കൈ നീട്ടി വാങ്ങണുണ്ടേ. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയും ശർക്കരയും കൂടെ ഒന്നും ചായക്കടി ഇല്ലാത്ത സമയത്ത് ഞാൻ വെറുതെ അങ്ങോട്ട് കൊഴിച്ച് കൊടുക്കും കേട്ടോ. തേങ്ങയും ശർക്കരയും കൂടെ ഭയങ്കര ഇഷ്ടമാണ് അമ്മൂസിന്. നല്ലൊരു ടേസ്റ്റാണ്. ഒരു ഇത്തിരി നെയ്യും കൂടെ ഇട്ടിച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് പ്രസാദമായിട്ട് കൊടുക്കലുണ്ട് കേട്ടോ. ഗണപതി ഹോമമൊക്കെ കഴിച്ചാൽ ഇങ്ങനെ കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ച് ശീലമായതാണ് അമ്മൂസിന്. അപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഇന്നിപ്പോൾ അതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മോഡലിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരിത്തിരി തേങ്ങ എടുത്ത് വറുത്തു. അതിന് മുന്നേ ഞാൻ അവിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരിത്തിരി നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സംഭവത്തിൽ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഒരിത്തിരി ഏലക്കായും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ അവിൽ നനച്ചത് ഇവിടെ സെറ്റായിട്ടോ. ഈ ഒരു നെയ്യ് ഒഴിക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ് കേട്ടോ. എള്ളൊക്കെ ഉണ്ടെങ്കിൽ എള്ളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ എൻ്റെ എള്ളില്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കായ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പഴമൊക്കെ ഉണ്ടെങ്കിൽ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണേ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് ചമ്മിപ്പോയി. അമ്മൂസിന് ഞാൻ വലിയ ആളായിട്ട് സ്പൂൺ വെച്ച് വാരി കൊടുത്തതാണ് കേട്ടോ. പക്ഷെ അമ്മൂസ് അത് മൈൻഡ് ആക്കിയില്ല. അമ്മൂസിന് ഇത് അതുപോലെ ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ കൈയും കൊണ്ട് സൂപ്പറായിണെന്നൊക്കെ പറയുന്നുണ്ട് എന്നോട്. അങ്ങനെ അമ്മൂസിന് എന്ത് ഭക്ഷണം തന്നെ ആയാലും അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഞാൻ വാരി കൊടുക്കണമെന്ന് ഇഷ്ടമില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാരി കൊടുക്കാനൊക്കെ. ചെറിയ കുട്ടികളങ്ങനെ ഒക്കത്തിച്ച് കൊണ്ടുവന്ന് അങ്ങനെ വാരി കൊടുക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഈ പെണ്ണിന് അതൊന്നും പറ്റൂല. ഈ ഒരു വാഷ് ബേസിൻ്റെ അടുത്ത് കയറിയാൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടാൻ കുറച്ച് പാടാണേ. പിന്നെ ഞങ്ങൾ കോഴിക്കുട്ടികൾക്കുള്ള ചായക്കടി കൊടുക്കുകയാണ് കേട്ടോ. അരി വാരി എറിയുകയാണ് എൻ്റെ അമ്മൂസ്. കോഴിക്കുട്ടികളെ തലമ്മക്കൊക്കെയാണ് എറിയണത്. ഏതായാലും അങ്ങോട്ട് എറിയട്ടെ. ഓളെ പൂതിയല്ലേ കോഴിക്കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഓളും ഞാനും കൂടി കോഴിക്കുട്ടികൾക്കുള്ള തീറ്റയൊക്കെ കൊടുത്തേ. അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങളൊരിത്തിരി നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂസിനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ നെയ്ച്ചോറ്. ബിരിയാണിനേക്കാൾ ഇഷ്ടം എനിക്കിഷ്ടം നെയ്ച്ചോറിനോടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അങ്ങനെ വേഗമായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഒരുങ്ങും. ബിരിയാണി അങ്ങനെ ഉണ്ടാക്കലില്ല. ഇനി പിന്നെ ഒരു ദിവസം ബിരിയാണിയും കൂടി ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു ഇത്തിരി മഞ്ഞളിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വെള്ളത്തിൽ. ചോറുണ്ടാക്കണതിൻ്റെ ആ വെള്ളത്തിൽ ഒന്ന് കളറ് മാറിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ എളുപ്പം അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അനുമോളൊന്നും വീഡിയോയിൽ എടുക്കാനേ കിട്ടലില്ല കേട്ടോ. ഒരു നേരം എൻ്റെ പെണ്ണിന് ഇഷ്ടമല്ല കേട്ടോ. പെണ്ണിന് ഇഷ്ടമല്ല എന്നല്ല, ഓൾക്ക് ടൈമില്ല. ഓൾക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ ചേച്ചിച്ചവൻ്റെയും ചേച്ചമ്മൻ്റെ ഒക്കെ വീട്ടിൽ പോവുക, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അനുക്കുട്ടീനെ അങ്ങനെ വീഡിയോയിൽ കാണാത്ത അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ നമ്മളെ ചോറൊക്കെ അടുപ്പത്ത് വെച്ച ശേഷം ഇവിടെ വേഗം നമ്മളെ ചിക്കൻ നന്നാക്കാൻ കേട്ടോ. ഇതിലധികം തൂവലുണ്ടാവും. ചിക്കൻ ഞാൻ നന്നാക്കി കൊടുത്തിട്ടേ ഉള്ളേന്ന് കേട്ടോ. അമ്മയാണ് കേട്ടോ കറി വെച്ചത്. ഞാനുണ്ടാക്കിയാൽ ഇങ്ങനെയെങ്കിലും ഒത്തിരി വെളിച്ചെണ്ണ കയറും. അപ്പോൾ അമ്മ ആയാലും പിന്നെ വെളിച്ചെണ്ണ ഒന്നുമില്ലാതെ സാധാരണ കുഴച്ചിട്ട് അങ്ങനെ വെക്കും. അമ്മക്ക് ആസ്മ അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് അധികം വെളിച്ചെണ്ണ കൂട്ടാൻ പറ്റില്ല കേട്ടോ. വേഗം തരിപ്പ് പോവും. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഇല്ലാത്ത കറിയാണ് അധികം ഉണ്ടാക്കുക. പിന്നെ ഞാൻ നമ്മളെ വേസ്റ്റ് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കറിവേപ്പിന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് വേഗം എടുത്തുകൊണ്ട് ഒഴിച്ചതാണ്. അപ്പോൾ അമ്മ നമ്മളെ കറി അവിടെ വേഗം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും എല്ലാം കൂടെ പൊടികളിട്ട് കുഴച്ച് ചിക്കനും കുഴച്ചിട്ട് അങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് ചെയ്യുക. ലാസ്റ്റ് ഒരിത്തിരി വെളിച്ചെണ്ണ ഞങ്ങൾ ഇട്ടിച്ച് കൊടുക്കുള്ളൂ. നമ്മളെ അസുഖങ്ങൾ അങ്ങനെ അലർജി കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അമ്മൂസിനും അനുമോക്കാന്നും പറഞ്ഞാൽ പറ്റില്ല. ഓൾക്ക് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളെ നെയ്ച്ചോറൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേഗം നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയതൊക്കെ അങ്ങോട്ട് വേഗം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ആക്കിയിട്ട് വേഗം കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ നോക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യം കറണ്ട് പോയേ. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടി, ഇനി ചോറ് കഴിക്കുന്ന സമയത്ത് അങ്ങനെ ആവുമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം ചോറാക്കിയിട്ട് വേഗം കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ.
നല്ലവണ്ണം ഇളക്കി സെറ്റാക്കി അടിയിലേക്കൊക്കെ എത്തുന്ന കോലത്തിലൊക്കെ നല്ലപോലെ ഇളക്കി എടുക്കുകയാണ് കേട്ടോ. ഇതങ്ങോട്ട് അടി മറിഞ്ഞിങ്ങോട്ട് കിട്ടണ്ടേ, എല്ലായിടത്തേക്കും ഒരുപോലെ നമ്മളെ ഉള്ളി വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എത്തട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തട്ടി നിരത്തി കൊണ്ടിരിക്കുന്നത് ഞാൻ. പിന്നെ വേഗം നമ്മളൊരു കുഞ്ഞു പാത്രം എടുത്ത് വെച്ചിട്ട് വേഗം ചോറൊക്കെ വിളമ്പി എടുക്കുകയാണ്. ഞങ്ങൾക്ക് ടേബിൾ മേലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അധികം അരിയൊന്നും ഇല്ല കേട്ടോ, രണ്ടര നാഴി അരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ വൈകുന്നേരത്തിരുന്ന ചോറാണ് കേട്ടോ. ഒന്ന് ചപ്പാത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് എല്ലാവർക്കും നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മളെ ചോറും കറിയും ചിക്കൻ പൊരിച്ചതും തൈരൊക്കെ ഉണ്ട്. അച്ചാർ പിന്നെ വാങ്ങിയിട്ടില്ലേന്നില്ല, ഉണ്ടാക്കിയതൊക്കെ തീരുകയും ചെയ്തു. പിന്നെ വേഗം ഞങ്ങൾ ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് കഴിക്കുന്ന വീഡിയോ ഏട്ടൻ കഴിക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ കഴിക്കാനാകുമ്പോഴത്തേക്ക് കറണ്ട് പോയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കണമൊന്നും എടുത്തിട്ടില്ല. കുട്ടികളും അച്ഛനും അമ്മയും കഴിക്കണ തന്നെ ഉണ്ടല്ലോ കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ഇനി കമൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ പറയണം കേട്ടോ. പിന്നെ എല്ലാവരും കമൻറ്റ് അയക്കാറുണ്ട് വീഡിയോ ക്ലിയർ ഇല്ലാന്ന് കേട്ടോ. ഈ ഒരു ഫോൺ ഏകദേശം 2017 വാങ്ങിയ ഫോണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റോറേജും ക്ലാരിറ്റിയൊക്കെ തീരെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ പുതിയൊരു ഫോണൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ദൈവം എല്ലാത്തിനും അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്നത്തെ നമ്മളോട് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.